ഹലോ, വെൽക്കം ബാക്ക്. നപ്പൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഫിഷ് വെച്ചുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാനിവിടെ നെത്തൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നെത്തൽ വെച്ച് നമ്മൾ പലതും ചെയ്യാറുണ്ട്, കറിയായിട്ടും ഫ്രൈ ആയിട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഇത് ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനേക്കാളും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാള എടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടാകുമ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയിട്ടാകുമ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരിയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച് ഉടഞ്ഞ് കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നെത്തലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇടരുത്, കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തേങ്ങ ചേർത്തൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്നിട്ടൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.